ഒരു 60 വർഷമായിട്ട് ഇന്ത്യയുടെ ഒരു രക്ഷാ കവചം തന്നെയായിരുന്നു ഈ MiG-21 സീരീസ്. MiG-21 ആണ് തുടങ്ങിയതെങ്കിലും അതിനുശേഷം മറ്റു പല അഡീഷൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, റഷ്യയുമായി ഇന്ത്യയുടെ ഒരു ഡിഫൻസ് കോപ്പറേഷന്റെ ഒരു നാഴിക കല്ല് തന്നെയായിരുന്നു ഈ MiG വിമാനങ്ങൾ. ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ കാർഗിൽ യുദ്ധത്തിലും അതിനുശേഷം 1971 വാറിലെല്ലാം ഈ MiG വിമാനങ്ങളായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് എന്നത്. ഇപ്പം അത് പറയുമ്പോൾ തന്നെ ഇപ്പം ഈ MiG-ന്റെ ഏകദേശം ഒരു 1000-ലധികം വിമാനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും അവസാന ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്യുന്ന ഒരു കാലത്തേക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ അവസാന കാലത്ത് MiG ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നും കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതൊരു ഫ്ലൈയിങ് സ്കോപ്പിംഗ് എന്നൊക്കെയാണ് അതിനെ പറയാറുള്ളത്. അത് പറക്കുന്ന ശവപ്പെട്ടി എന്നുള്ളത് പലപ്പോഴും ഒരു ഒട്ടനവധി ആക്സിഡന്റുകൾ MiG-മായി ചേർത്തുകൊണ്ട് പറയാറുണ്ട്. ഏകദേശം 400ഓളം ആക്സിഡന്റുകൾ MiG-നായി വന്നിട്ട് ഏകദേശം 10-200 പേര് പൈലറ്റ്മാർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മാറ്റി നിർത്താൻ MiG എന്നതായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ വലിയൊരു കരുത്ത് കഴിഞ്ഞ ഒരു 60 വർഷമായിട്ട്. പക്ഷെ വയസ്സായി, ഷഷ്ടിപൂർത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന് വിരമിക്കേണ്ടതായിട്ടുണ്ട്. ആ വിരാമമാണ് ഇപ്പോൾ നമ്മൾ ചണ്ഡീഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറ, പുതിയ വിമാനങ്ങളെല്ലാം ഇന്ത്യൻ എയർഫോഴ്സിന് കരുത്ത് കൂട്ടും അടുത്ത വർഷങ്ങളിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.